ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 1-2 വചനം. അവൻ 12 അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഈശോ 12 അപ്പസ്തോലന്മാർക്ക് 2 വലിയ അധികാരം കൊടുക്കും. ഒന്ന്, രോഗങ്ങൾ പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേരെ ഉച്ചത്തിൽ. ആമേൻ. വീണ്ടും വചനം ധ്യാനിക്കുമ്പോൾ മർക്കോസ് സുവിശേഷത്തിൻ്റെ 16-ാമത്തെ അധ്യായത്തിൽ കർത്താവ് നൽകുന്ന ഒരു അധികാരമുണ്ട്, അഭിഷേകത്തിൻ്റെ അധികാരം. മർക്കോസ് 16:15-20 വരെയുള്ള വചനം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കുറച്ച് നാൾക്ക് മുമ്പുണ്ടായ അണക്കരമുണ്ടായ വലിയൊരു മറക്കള. US-ൽ നിന്നൊരു ഫാമിലി, അപ്പനും അമ്മയും കൂടെ അവിടെ മോളുമായിട്ട് അവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ഈ കൊച്ചിനൊരു പ്രത്യേകതരം രോഗം വെച്ചാൽ നമുക്കറിയാവുന്ന രോഗം വിറ്റിലിഗോ, അതായത് വെള്ളപ്പാണ്ട് രോഗം. നമുക്കറിയാം വെള്ളപ്പാണ്ട് രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റില്ലാത്ത രോഗമാണ്. പ്രത്യേകിച്ച് അതൊരു ജനറ്റിക്കലായിട്ടുള്ള ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ടുള്ള രോഗമാണ്. അപ്പം അതിങ്ങനെ കുഞ്ഞിൻ്റെ മുഖത്ത്, കണ്ണിന് ചുറ്റും, ചൊടി, കൈ, ഇതെല്ലാം ബാധിച്ചു. കൊച്ചിനന്നൊരു എനിക്ക് തോന്നുന്നൊരു 10-12 വയസ്സ്, 13 വയസ്സ് അത്രയും പ്രായമുണ്ട് കൊച്ചിന്. ഈ കുട്ടിയുടെ അമ്മയാണെങ്കിൽ US-ൽ ഒരു ഹോസ്പിറ്റലിൽ നല്ല ഉയർന്നൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോഴീ മോക്ക് ഈ രോഗം വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സാക്ഷ്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: 4 വർഷം ഈ വിറ്റിലിഗോ, ഈ വെള്ളപ്പാണ്ട് രോഗം അത് മാറാൻ വേണ്ടി ഇവർ ചികിത്സ നടത്തി. 4 വർഷം നടത്തിയിട്ടും ഇതിന് കൂടുന്നല്ലാതെ കുറയുന്നില്ല. അപ്പോഴാരോ പറഞ്ഞു, ഇങ്ങനെ അണക്കരയിൽ പോയി ഒരു പ്രാർത്ഥന മേടിക്ക്, ദൈവത്തിൻ്റെ കരുണയുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവർ ഒരു അപ്പനും അമ്മയും കൊച്ചും കൂടെ ഇതിനു വേണ്ടി തന്നെ ഒരാഴ്ച, ഒരു 1 വീക്ക് ഒരു ലീവ് എടുത്ത് അവിടുന്ന് അവരിവിടെ എത്തി. ആദ്യ ശനിയാഴ്ചയാണ് ഇവരവിടെ എത്തിയിട്ട് ശുശ്രൂഷ മുഴുവൻ പങ്കെടുത്ത്. ഞാനെപ്പോഴും അവിടെ വരുന്നതോട് പറയണം, നിങ്ങൾ നന്നായിട്ട് കുമ്പസാരിച്ചൊരുങ്ങി വരണം. കാരണം പശ്ചാത്തപിക്കണം, കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. പാപമോചനം ആവശ്യമാണ് സൗഖ്യത്തിന്. സൗഖ്യം സംഭവിക്കണമെങ്കിൽ പാപമോചനം സംഭവിക്കണം, എങ്കിലും സൗഖ്യം അതിൻ്റെ പൂർണ്ണതയിൽ സ്വന്തമാക്കാൻ പറ്റും, അല്ലെങ്കിൽ ആത്മാവിൻ്റെ വെളിപാട് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഇവർ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ പ്രാർത്ഥനയോട്, ഒരുക്കത്തോടെ, വിശുദ്ധിയോടെ ഇവർ പങ്കുചേർന്നു. അവസാനം ഇങ്ങനെ ആളുകൾ തലയ്ക്ക് വെച്ചുള്ള പ്രാർത്ഥന തുടങ്ങി. അപ്പോൾ തിരക്കിനിടയിൽ ഓടി നടന്നുള്ള പ്രാർത്ഥന. അങ്ങനെ പോകുന്ന വഴിക്ക് വെച്ച് പെട്ടെന്ന് ഇവരടുത്ത് ഈ അപ്പം വന്ന്, അപ്പനെയും മോളെയും അമ്മയുണ്ട് കൂടെ, രണ്ടുപേരും എല്ലാം കൊണ്ട് കരഞ്ഞോട് പറച്ചാൽ എൻ്റെ മോൾക്ക് വേണ്ടി അച്ഛൻ 1 മിനിറ്റ് കഴിഞ്ഞ് അച്ഛന് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇപ്പോൾ കുഞ്ഞ് സാധാരണ ഞാൻ പെട്ടെന്ന് ഓടിപ്പോൾ ഈ കൊച്ചിൻ്റെ ആ മുഖവും ഈ രോഗപീഠയും കണ്ടപ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ തീർന്നു കഴിയുമ്പോൾ ഞാൻ കാണാം, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൊയ്ക്കുള്ളൂ. പ്രസലോഷം പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്താണെന്ന് പറഞ്ഞു. ഉടനെ ഞാനത് കാര്യം വിട്ടു. പിന്നെ ആളുകളുടെ ഇടയിലോട്ട് പോയി. ഒരു 3 മണിക്ക് തുടങ്ങിയ പ്രാർത്ഥന തീരുമ്പോൾ ഏകദേശം ഒരു രാത്രി 9 മണി കഴിഞ്ഞു. ഇപ്പം എല്ലാം പള്ളിക്കകത്തുള്ള മുഴുവൻ ആളുകളെയും പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മുറിയിലോട്ട് പോകുമ്പോൾ ഞാൻ കാണുന്നത് ഇവർ വഴിയിൽ ഇങ്ങനെ ഈ നിലത്ത്, പച്ച നിലത്ത് അവർ ഇരിക്കുകയാണ്. 3 പേര് കിട്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് എന്നെ കണ്ട് ഇവർ എഴുന്നേറ്റ്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു നല്ല എളിമയുണ്ട്. അമേരിക്കക്കാരാണെന്നോ, പണമുണ്ടെന്നോ, സ്ഥാനമാനമുണ്ടെന്നോ അങ്ങനെ ചിന്തയൊന്നുമില്ല. നല്ല എളിമയുള്ള ഹൃദയമാണ്. അപ്പം അവിടെ ദൈവത്തിന് ഇടപെടാൻ പറ്റും.
ദൈവത്തിന് ഇടപെടാൻ പറ്റുന്നത് എളിമയുള്ള ഹൃദയങ്ങളെ മാത്രമാണ്. അതാണ് യെശയ്യാ 66:2 പറയുന്ന പോലെ, ആത്മാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ 3 പേരും കൂടെ എൻ്റെ മുറിയിലോട്ട് വന്നു. ഞാൻ നല്ല ക്ഷീണിതനായിരുന്നു. വന്നപാട് ഞാൻ പറഞ്ഞത്, യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞിൻ്റെ തലയോട് കഞ്ഞു. വളരെ വികൃതമായ കുഞ്ഞിൻ്റെ മുഖവും ശരീരക്കൊലത്ത് വിറ്റിലിയോ പാണ്ഡുരോ വെള്ളപ്പാണ്ഡുരോഗമാണ്. അപ്പം എൻ്റെ തലയ്ക്ക് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ഹോളി വാട്ടർ എടുത്ത കുഞ്ഞിൻ്റെ മുഖത്തോട്ട് തളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പൊക്കോളം മതി. താങ്ക് യു അച്ഛ. മാക്സിമം ഒരു മിനിറ്റ് എടുത്തിട്ടില്ല എനിക്ക് നോക്കണം. എല്ലാം പെട്ടെന്ന് കയറി വന്നു, പ്രാർത്ഥിച്ചു 1 മിനിറ്റ്. അപ്പം അത് താങ്ക് യു വെച്ചാൽ. അപ്പോൾ ഈ 1 മിനിറ്റത്തെ പ്രാർത്ഥന മേടിക്കാൻ അവരോട്, അതന്നെ ഫെയ്ത്ത്. ചിലതുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ. വിശ്വാസമുള്ളവന് 1 സെക്കൻഡും അത് കൃപ സ്വന്തമാക്കാം. എളിമയുള്ളവൻ അത് മതി, ധാരാളം മതി. വിശ്വാസത്തിലൂടെയാണല്ലോ കൃപയൊഴുകുന്നത്. എഫേസ്യസ് 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്, നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. അവരടുത്ത് പ്രാർത്ഥന മേടിച്ചു, അവരിറങ്ങിപ്പോയി. ഞാനും ആ കാര്യം വിട്ടു, അടുത്ത കാര്യത്തിലേക്ക് ഞാൻ പോയി. പ്രിയപ്പെട്ട മക്കളെ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു. അവർ യൂസ് തിരിച്ച് എന്നിട്ട് എനിക്കൊരു മെയിൽ അയച്ചു. ആ മെയിൽ ഇപ്പോഴും എൻ്റെ ഇൻബോക്സ് കിടപ്പുണ്ട്. വലിയൊരു അത്ഭുതകരമായ സംഭവമാണ്. അതായത് അവർ പറയുകയാണെച്ചാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയം മുതൽ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളപ്പാണ്ട് പാരമ്പര്യ രോഗം മാഞ്ഞു തുടങ്ങി. ഏഴാമത്തെ ദിവസമാണ് ഇവരെനിക്ക് അയച്ചു തരുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഞാൻ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. പറഞ്ഞിരിക്കുകയാണ്, ഒരു ചെറിയ പൊടിക്ക് പോലും ഒരു പാണ്ടിൻ്റെ ഭാഗം ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഇല്ല, പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. നമ്മുടെ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്, ഈശോ ഉത്ഥിതനാണ്, അവൻ നമ്മുടെ കൂടെയുണ്ട്. ഈ വചനം സത്യമാണ്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോഴും എനിക്ക് കൂടുതൽ വിശ്വാസം ഉണ്ടാകും. വിശ്വാസം ഉണ്ടാകുന്നത് മറ്റൊന്നിൻ്റെ അല്ല, ഈ സുവിശേഷം സത്യമാണ്. ഈ ബൈബിൾ എഴുതിയിരിക്കുന്ന മുഴുവനും സത്യം. അതന്ന് സംഭവിച്ചത് ഇന്ന് സംഭവിക്കുവാൻ തയ്യാറാണ്. പക്ഷെ ഒരു കാര്യമേ ആവശ്യമുള്ളൂ, ഒരു വിശ്വാസമുള്ളൊരു ഹൃദയം, ഒരു എളിമയുള്ളൊരു മനസ്സ്. ഇത്ര ഉണ്ടായാൽ മതി, എല്ലാം നടക്കും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ശബ്ദം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. ബന്ധനായിട്ട് പോരാ, എന്താണ്ട് കടിച്ച്. ആമേൻ. ശരിക്കും ആ കുഞ്ഞിന് സംഭവിച്ചത് വിടുതലാണ്, പൈശാചികം. നമുക്ക് തലക്കൈ വെക്കുമ്പോൾ ഇത് ഒരു ഡെലിവറൻസ് സംഭവിച്ചത്. അന്ന് ആ വിശ്വാസം, അപ്പനും അമ്മയും ആ കുട്ടിയും ഒരുപോലെ കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ചു കൊണ്ടുവരികയാണ്. അപ്പോഴവർക്ക് ഈ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, സ്വന്തമാക്കാൻ സാധിക്കുക. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് സകല വിശ്വാസികളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് 100% സത്യം. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ, ഉച്ചത്തിൽ കൈയടിച്ച്. ആമേൻ. കുറേ നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിനടുത്ത് അമ്പലൂർ എന്ന സ്ഥലത്ത് വെച്ച് വലിയൊരു കൺവെൻഷൻ നടത്തപ്പെട്ടു. വലിയൊരു കൂട്ടായ്മ. അത് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്തുള്ള ദൈവജനം ഒരുമിച്ച് കൂടിയ വലിയ തൃശ്ശൂർ രൂപത നടത്തിയ വലിയൊരു കൂട്ടായ്മയാണ്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. തൃശ്ശൂർ രൂപതയും ഇരിങ്ങാലക്കുട രൂപതയും രണ്ടും കൂടി ഒരുമിച്ച് ചേർന്ന് നടത്തിയ വലിയൊരു കൺവെൻഷനായിരുന്നു. വലിയൊരു കൃപയായിരുന്നു. അപ്പം ആ ദിവസങ്ങളിൽ ഒരു 1000കണക്കിന് രോഗികളെയും കൊണ്ട് ഇവർ എൻ്റെ അടുത്തേക്ക് പ്രാർത്ഥിക്കാൻ വന്നു. എനിക്ക് പ്രത്യേകിച്ച് എനിക്കാകെ വിശ്വാസം, നല്ല വിശ്വാസം. ഈശോ എന്ന പേര് വിശ്വാസത്തോടെ ആര് പറഞ്ഞാലും അവിടെ അത്ഭുതം സംഭവിച്ചേ പറ്റൂ. ഈശോ എന്ന നാമം
ആര് ഹൃദയത്തിൽ സംശയമില്ലാതെ വിശ്വാസത്തോടെ പറഞ്ഞാൽ അതവിടെ കൃപ നടന്നേ പറ്റൂ. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസ് സുവിശേഷത്തിന്റെ 11:22-26 വരെ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ, ഈ ശങ്കിക്കുക എന്ന് പറയോ, അതാണ് അവിശ്വാസം. ഹൃദയത്തിൽ വരുന്ന ചോദ്യങ്ങള്, സംശയങ്ങള്, അതാണ് അവിശ്വാസം. ഹൃദയത്തിൽ ശങ്കിക്കാതെ, ആ വാക്ക് കർത്താവ് പറഞ്ഞു, ഹൃദയത്തിൽ ശങ്കിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന നിന്റെ നാവിലോട്ട് വെക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ നീ സ്വീകരിക്കട്ടെ. ദേവാലയത്തോട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് വിളിക്ക് പോണം. നീ കുമ്പസാരക്കൂട്ടിലോട്ട് പോകുമ്പോൾ, ഇതിന്റെ പാപങ്ങളെറ്റി പറയാൻ ചെല്ലുമ്പോൾ, പാപമോചനത്തിനായിട്ട് ചെല്ലുമ്പോൾ ഹൃദയത്തിൽ ശങ്കിക്കാതെ നിൽക്കണം. ശരിക്കും വരോ കേട്ടോ. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പണ്ട് പറയാറുണ്ട്, എനിക്ക് പ്രസംഗിക്കാൻ വലിയ കഴിവോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഞാൻ വട്ടപ്പൂജ്യം ബിഗസ്റ്റ് സീറോ എന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരിക്കലൊരു പരിശുദ്ധാത്മ സ്നാനം, അഭിഷേകം എനിക്ക് നിറഞ്ഞൊരു അനുഭവം എനിക്കുണ്ടായി. അതിനുശേഷം ഉണ്ടല്ലോ, അങ്ങനൊരു ഭയം എൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. സുവിശേഷം എത്ര ലക്ഷക്കണക്കിന് ആരായാലും, ഏത് ഭാഷക്കാരായാലും ഒരു തുള്ളി പോലും നമുക്കൊരല്പം പോലും അസ്വസ്ഥത നമ്മുടെ മനസ്സിൽ ശങ്കിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകുന്നില്ല. എനിക്കിത് മനസ്സിലായി. ഹൃദയത്തിൽ ശങ്കിക്കാതിരിക്കണമെങ്കിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ അങ്ങനെയുള്ള ചിന്തകള്, ബോധ്യങ്ങൾ വിട്ടുപോകുക. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ, മക്കള് പോര പോര പോര, നന്നായിട്ട് കേടിച്ചേ. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വചനം വീണ്ടും വായിക്കാം. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്നു വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും. കർത്താവ് പറഞ്ഞത് അതിനകത്ത് സംശയിക്കേണ്ട ആവശ്യമില്ല. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ചേരെ, കർത്താവ് നന്ദി പറഞ്ഞേ, പ്രാർത്ഥിച്ച് ഉച്ചത്തില് നന്നായിട്ട് കേടിച്ച് ഏറ്റു പറയാമോ? വലതുകരം ഉയർത്തിപ്പിടിച്ച് ദൈവമക്കൾ ഒന്ന് ചേർന്ന് ഉച്ചത്തിൽ, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. സാധിക്കാത്തത് ഈ ഹൃദയത്തിന്റെ ശങ്ക കൊണ്ടാണ്, അസ്വസ്ഥത, അവിശ്വാസം കൊണ്ട്. മല പോലത്തെ പ്രശ്നങ്ങളാകാം, നമ്മളെ മൂടാൻ വരുന്ന ചില പ്രശ്നങ്ങളും ബന്ധനങ്ങളും ആകാം, വ്യക്തികളാകാം, പാപമാകാം, എന്തും ആകാം. അതിനെ മാറ്റാൻ പറ്റും. യേശുവിന്റെ നാമത്തിൽ സംശയമില്ലാതെ നീ പറയാനായിട്ട് നീ തയ്യാറായാൽ. സർവ്വത്തിൽ പ്രത്യേക ഹല്ലേലൂയ. ഞാൻ സംഭവത്തിൽ തിരിച്ചു വരിക. അന്നവിടെ കൺവെൻഷൻ നടത്തിയപ്പോൾ ഇങ്ങനെ ഒരുപാട് രോഗികളുമായിട്ട് അവരെത്തി. അപ്പം ആ കൂട്ടത്തിൽ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറിൻ്റെ ഭാര്യയും കൂടെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞുമായിട്ട് എത്തി പറഞ്ഞു. ഈ കൊച്ചിനൊരു പ്രത്യേക രോഗം വന്നിട്ട് ഇന്ന് 1-2 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. തലച്ചോറ് സംബന്ധമായി എന്തോ ഫിറ്റ്സ് രോഗം വന്നിട്ട് കൂടിപ്പോയിട്ട് ഈ കൊച്ചിങ്ങനെ അബോധാവസ്ഥയിൽ മാസങ്ങളോളം കിടക്കുകയാണ്. അപ്പോൾ ആ കൊച്ചിനിങ്ങനെ ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ആ കൊച്ചിന് ജീവനുണ്ട്, പക്ഷേ ചലിക്കാനോ റിയാക്ട് ചെയ്യാനോ ഒരു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇവരിങ്ങനെ ഇവർ രണ്ടുപേരും ഈ കൊച്ചിൻ്റെ അപ്പനുമേയും ഡോക്ടർമാരാണ്. അപ്പോൾ അവരെന്ത് ചെയ്ത് കുഞ്ഞിങ്ങനെ എടുത്തുകൊണ്ട് നേരെ അവിടെ പ്രേരണ വന്നു. ഞാൻ ഓർക്കൊന്നുമില്ല, അവരുടെ സ്നേഹിതരെന്നോട് പറഞ്ഞ കാര്യം, അച്ഛൻ അവിടെ കൊണ്ടുവന്നു. അച്ഛന് തലേക്ക് യേശുവിന് വിടുതലിൻ്റെ പരിശുദ്ധാത്മാവ് ഈ കുട്ടിയിൽ ഇറങ്ങി, ഇതിൻ്റെ ബന്ധനം ഇറക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു, ബന്ധിച്ചു പറഞ്ഞു. സർവ്വത്തിൽ പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറയുന്ന സാക്ഷ്യം ഇതാണ്. ശരിക്കും കൊച്ചു കംപ്ലീറ്റ് അബോധാവസ്ഥയിലാണ്, മാസങ്ങളായിട്ട്.
അപ്പോൾ അതിങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ചികിത്സിച്ച് ഭേദമാകാതെ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെടുത്തുകൊണ്ട് ഈ കുട്ടിയായിട്ട് വരുന്നത്. പ്രയർ കഴിഞ്ഞു, തിരിച്ചു പോകുന്ന വഴിക്ക് ആ കുഞ്ഞിൻ്റെ കണ്ണു തുറന്നു. കുഞ്ഞ് പരിപൂർണമായിട്ടും സൗഖ്യപ്പെട്ടു. കർത്താവ് എഴുന്നേൽപ്പിച്ചു പൂർണ്ണമായിട്ടും. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം, സത്യമായ ദൈവം. അവരെന്തും പ്രവർത്തിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അത് അനുഭവിക്കുവാൻ, സ്വന്തമാക്കാൻ സാധിക്കാതെ ഇപ്പുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ഏറ്റവും വലിയ കാരണം അവിശ്വാസം മാത്രം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഏറ്റവും വലിയ വചനമൊന്നും എൻ്റെ ഹൃദയത്തിൽ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു വചനമുണ്ട്. അതായത് ലൂക്ക 1:44-45 വചനം. വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയോട് മുഖത്തേക്ക് നോക്കി പറയുന്നൊരു വാക്കാ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം അരുളി ചെയ്ത വചനങ്ങള് നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവദൂതൻ വചനം പറഞ്ഞപ്പോൾ ആ വചനത്തെ വചനം പറയുമ്പോൾ അത് വലിയ ലോജിക്കൊന്നുമില്ല, ഭൂമിശാസ്ത്രങ്ങളൊന്നും അതിനകത്തുനിന്ന് പ്രത്യേകിച്ച് അല്ലേ. ദൈവവചനത്തിൻ്റെ അതല്ലേ പരിശുദ്ധ. ഞാൻ പറയും, കർത്താവ് എനിക്ക് തന്ന ഏറ്റവും വലിയ ബോധ്യത, ഒരു അത്ഭുതമോ അടയാളം നടക്കണ 2 കാര്യമാണ് ആവശ്യം. അതായത് വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ദൈവവചനം പറയുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ ഒരു വശത്തുണ്ടായിരിക്കണം. മറുവശത്ത് ആ വചനത്തെ അതേപടി ബുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിൽ വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു മറിയവും ഉണ്ടായിരിക്കണം. എങ്കിൽ ദൈവവചനങ്ങൾ എല്ലാം മാംസം ധരിച്ചിരിക്കും. വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ ദൈവവചനം പ്രസംഗിക്കുന്ന ഒരു ഗബ്രിയേൽ ദൂതൻ, ദൈവദൂതൻ ഉണ്ടാകണം. മറുവശത്ത് ആ വചനം കേൾക്കുമ്പോൾ അത് ബുദ്ധിയിലെടുക്കാതെ ഹൃദയത്തിലെടുക്കുന്ന, മനസ്സിലെടുക്കുന്ന, വിശ്വാസത്തിലെടുക്കുന്ന, സംഭവിക്കുമെന്ന് സംശയം കൂടാതെ എടുക്കുന്ന ഒരു മറിയം അതിൻ്റെ എതിർവശത്ത് നിൽക്കണം. എങ്കിൽ വചനം മാംസം ധരിച്ച് നമ്മളിലേക്ക് വരും. ചിലരുണ്ട് പൈശാചിക പീഡകൾ കൊണ്ട് രോഗപീഡകൾ ഉണ്ടാകാം, പാപം കൊണ്ട് രോഗങ്ങൾ ഉണ്ടാകാം, തകർച്ചകൾ കൊണ്ട് രോഗം ഉണ്ടാകാം, സ്വാഭാവികമായിട്ട് അങ്ങനെ പലതരത്തിൽ. അതിന് എല്ലാത്തിനും നമുക്ക് കൃത്യമായ കാരണം നമ്മുടെ കണ്ടുപിടിക്കാനാവില്ല. ഓരോന്നിനും ഓരോ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കുക. പക്ഷെ അതഴിക്കാൻ എത്ര കെട്ടുവാണെങ്കിലും അതഴിക്കുവാൻ സർവശക്തനായ നമ്മുടെ കർത്താവിന് സാധിക്കുമെന്ന് നീ സംശയം കൂടാതെ നീ വിശ്വസിക്കണം. ശ്രവണത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യമുണ്ട്. വിശ്വസിച്ചുകൊണ്ട് അവൾ ഭാഗ്യവതിയായി തീർന്നു. കൈയടിച്ച് കർത്താവ് പറഞ്ഞേ പോരാ പോരാ, നന്നായിട്ട് കടിച്ച് കട്ടഴിയട്ടെ, എല്ലാ ബന്ധനവും ഒഴിയട്ടെ. യേശുവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വേ ആരാധന. കുറേ നാൾക്ക് മുമ്പ് ഉണ്ടായ മറ്റൊരു സംഭവം, വളരെ കൃപയുടെ സംഭവം. അത് US ഉണ്ടായ സംഭവം. ഒരു വീട്ടിലെ ഒരു മോള്, കൊച്ചിനൊരു 4-5 വയസ്സ് പ്രായമുണ്ട്. അതിന് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ ബ്ലഡ് ക്യാൻസറാണ്. അത് കൂടിപ്പോയി, വളരെ സീരിയസ് ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടെല്ലാം വളരെ താന്നു നിൽക്കുകയാണ്. അത് വളരെ പ്രയാസത്തിൽ അവരിക്കുക. അപ്പം ഈ കൊച്ചു മരിക്കുന്ന അവസ്ഥ അതുപോലെ സീരിയസ്. അപ്പോൾ ഇവർ ഹീമോ കൊടുത്ത് ഞാൻ സാധാരണ കുട്ടികൾക്ക് അവർ പറഞ്ഞത്, എന്നോട് പറഞ്ഞത്, ഡോക്ടർമാർ പറഞ്ഞത് 10 അല്ല 12 അല്ല 13 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് ലെവൽ ചെയ്ത് ഒക്കെ ആകണം ഓരോ ഹീമോ കഴിയുമ്പോൾ. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഈ കുഞ്ഞിന് ഹീമോ കൊടുത്തിട്ട് 24-23 ദിവസം കഴിഞ്ഞിട്ടും ഈ കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടുന്നില്ലെന്ന് മാത്രമല്ല, കുഞ്ഞിങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ, അമേരിക്കയിലോട്ട് ഹോസ്പിറ്റൽ, ഷിക്കാഗോയിലുള്ള ഫാമിലിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മരിച്ച അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അതുപോലത്തെ ക്ഷീണം കിടക്കുകയാണ്. അപ്പോൾ കൊച്ചിൻ്റെ അമ്മ എനിക്ക് സാക്ഷി എഴുന്നേരത്ത് പറഞ്ഞു നോക്കണം, അച്ഛാ ഞങ്ങളിങ്ങനെ കരഞ്ഞോട് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുമുമ്പിൽ കിടന്ന ഞങ്ങളുടെ കുഞ്ഞ് ഈ രോഗം ബ്ലഡ് ക്യാൻസറാണ്, രക്ത അർബുദമാണ്, അത് വന്ന് മരിക്കുന്ന കാണാൻ ഞങ്ങൾക്ക് വയ്യ കർത്താവേന്ന് വാവിട്ട് കരയായിരുന്നു ഞങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവരുടെ സ്നേഹിതനായ ആരോ ഇംഗ്ലണ്ടിലുണ്ട്,
അവർ നമ്മുടെ ഈ കൃപാഭിഷേക ശുശ്രൂഷ, ഡെലിവറൻസ് ശുശ്രൂഷയുടെ ഒരു ആരാധനയുടെ ഒരു 20 മിനിറ്റോളം വരുന്നൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഈ സ്ത്രീക്ക്, ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മുഴുവൻ ബന്ധന പ്രാർത്ഥന, ഡെലിവറൻസ് പ്രാർത്ഥന, യേശുവിടെ നാമത്തിലുള്ള കൽപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന തന്നെയായിരുന്നു അത്. അപ്പോൾ ഇവർ പറയുന്നത് ഇത് കിട്ടിയ ഉടനെ, അപ്പോൾ ഒരു ദിവസം വൈകുന്നേരമാണ്. അപ്പോൾ അതായത് ഹീമോ കൊടുത്തിട്ട് 24 ദിവസം കഴിഞ്ഞിട്ട് കൊച്ചു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ബ്ലഡ് ക്യാൻസറിന് വളരെ സീരിയസ് ആണ്. ഡോക്ടർമാരും കൈവിട്ടത് വളരെ, അവർ പറയുന്നത് കേട്ടുകഴിഞ്ഞാൽ ഇതിനെ ഞാൻ പറയുന്നതിൻ്റെ 10 മടങ്ങ് സീരിയസ് ആയിട്ട് അവരോട് നേരിട്ടൊന്ന് പറഞ്ഞാണ്. അപ്പോൾ അവർ ചെയ്ത കാര്യം, ഈ വീഡിയോ ക്ലിപ്പ് അവർ റെഡിയാക്കിയിട്ടത് ഓണാക്കി, എന്നിട്ട് ഇയർഫോണിൻ്റെ ഒരു ഭാഗം കൊച്ചിൻ്റെ ചെവി വെച്ചു, ഒരു ഭാഗം അമ്മയുടെ ചെവിയിൽ അമ്മ വെച്ചു. എന്നിട്ട് അമ്മ കരഞ്ഞുകൊണ്ട്, ഈ കുഞ്ഞിങ്ങനെ കിടക്കുന്നു, അമ്മ അടുത്തിരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ പറയുന്ന കാര്യം, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു അനുഭവമാണ്. ഈ പ്രയർ കഴിഞ്ഞാൽ അല്പം കഴിഞ്ഞപ്പോൾ തൊട്ട് കൊച്ചിൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കൂടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ബ്ലഡിൻ്റെ കൗണ്ട് കൂടി തുടങ്ങി. അവർ പറയാണ്, നേരം വെളുത്തപ്പോൾ ഡോക്ടർമാർ വരുമ്പോൾ കൊച്ച് എഴുന്നേറ്റ് ഇരിപ്പുണ്ട്. ഉടനെ ഇവർ ബ്ലഡ് എടുത്ത് ചെക്കപ്പിന് കൊടുത്തു, ബാക്കി നോക്കാൻ വേണ്ടി. അവർ പറഞ്ഞ മറുപടി കേട്ടാൽ നിങ്ങൾ പേടിച്ചു മക്കളെ. നോക്കുമ്പോൾ രക്തത്തിൽ ബ്ലഡ് ക്യാൻസറിൻ്റെ അണുക്കൾ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം ഞാൻ അവിടെ ഷിക്കാഗോ കൺവെൻഷനിൽ പോയപ്പോൾ ഈ അമ്മയും അപ്പനും ഞങ്ങളുടെ അച്ഛന്മാരെല്ലാം എല്ലാവരും നിൽക്കുമ്പം വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഈ സംഭവം മുഴുവൻ പറയുക. എല്ലാവരും ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഹല്ലേലൂയ. അവനിൽ വിശ്വസിക്കുന്ന ആരും ലജ്ജിതരാകില്ല. അതാണ് പൗലോസ് പറയുന്നത്, സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല. ഈശോയേറ്റ് പറയുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, വിശ്വസിക്കുന്നവർക്ക് അവൻ അനുഭവം, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവൻ അനുഭവമാകുന്നുള്ളൂ. ഇന്ന് നമ്മുടെ സഭയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്, കാര്യം നോക്കിയ എല്ലാവരും വിശ്വാസികളാണ്, പക്ഷേ പുറമേ നോക്കിയ വിശ്വാസം, പക്ഷേ ഉള്ളിലോട്ട് കയറിക്കഴിഞ്ഞ ഹൃദയത്തിൻ്റെ ഉൾത്തലങ്ങളിലേക്ക് നോക്കുമ്പോൾ പുറമേ ഉള്ളതുപോലെ ഉള്ളിൽ വിശ്വാസമുള്ളവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അറിവുണ്ട്, ഭയങ്കര അറിവുണ്ട്, എല്ലാമുണ്ട്, പക്ഷേ വിശ്വാസമില്ല. നിന്റെ അറിവ് നിന്റെ വിശ്വാസത്തിനത് ഉപകരിക്കുന്നില്ല എങ്കിൽ ആ അറിവ് കൊണ്ട് എന്തു ഗുണം, എന്ത് മെച്ചം? ഒരു പക്ഷേ ആ അറിവ് തന്നെ നിനക്കും നിന്റെ ചുറ്റുമുള്ളവർക്കും ദ്രോഹമേ ചെയ്തു കൂട്ടുകയുള്ളൂ. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, മാനസാന്തരത്തിന്റെ ഒറ്റ